സഹായിക്കണം. എനിക്ക് ആധാരമായിട്ടുണ്ട്. എൻ്റെ മാപ്പിള മാത്രമുണ്ട്. ഇനിയിപ്പോൾ ആരുമില്ല. ചെറിയൊരു കുഞ്ഞ് മാത്രമേ ഉള്ളത്. പ്ലീസ് ഒന്ന് നിങ്ങൾ സഹായിക്കണം. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. നമസ്കാരം. KF ഇക്ബാലാണ്. പറയപ്പെടാനിരുന്ന കഥയിലെ പരാമർശിക്കാനിടയില്ലാത്തൊരു ജീവിത യാഥാർത്ഥ്യത്തിന്റെ നടുക്കമുണർത്തുന്ന ദുരന്തത്തിൽ സർവ്വതും ത്യജിക്കേണ്ടി വന്ന ഈ യുവാവിന്റെ ജീവിതകഥ നിങ്ങളുടെ കണ്ണുകളിൽ ഇരുട്ട് പടർത്തുന്നുവെങ്കിൽ ഈ പുണ്യദിനത്തിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണേ. കർണാടക സക്ലേഷ്പുരയിൽ ജീവിത പ്രാരാബ്ധങ്ങളുടെ ഒത്ത നടുവിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെട്ടിരുന്ന അവ്വമ്മയുടെ ഏകമകൻ 34 വയസ്സുള്ള നാസറുദ്ദീൻ ദുരന്തത്തിന്റെ അഗാധതയിലേക്ക് ഇത്ര ക്രൂരമായി പിച്ചു ചീന്തപ്പെടുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. ഹോട്ടൽ ജോലി കഴിഞ്ഞ് വിദ്യാർത്ഥിയായ തന്റെ മകനെ സ്കൂളിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരാൻ സ്കൂട്ടിയിൽ യാത്ര ചെയ്യവെയാണ് തന്റെ ജീവിതത്തിന്റെ താളം തെറ്റിച്ചുകൊണ്ട് ഒരു ഭീമൻ ട്രക്ക് അതുവഴി കടന്നു വന്നത്. ചീറിപ്പാഞ്ഞു വന്ന ഈ അജ്ഞാത വാഹനം നാസറുദ്ദീനെ ഇടിച്ചു തെറിപ്പിച്ച് കടന്നു പോകുമ്പോൾ വിജനമായ ആ പ്രദേശത്ത് രക്തത്തിൽ കുളിച്ചു കിടന്ന അവനെ ഒന്ന് തിരിഞ്ഞു നോക്കുപോലും ചെയ്യാതെ ആ അജ്ഞാത വാഹനം കടന്നുപോയി. ഓടിക്കൂടിയ വഴിയാത്രക്കാർ തലയ്ക്ക് ഗുരുതരമായി പരിക്ക് പറ്റിയ അവനെ സമീപത്തുള്ള സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും നില ഗുരുതരമായി. പിന്നീട് ഹാസനിലെ മഞ്ചപ്പ മഹാലക്ഷ്മി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ നീണ്ട സർജറി. 5ഓളം സർജറിക്ക് ശേഷം ബില്ലടക്കാൻ പണമില്ലാത്തതിനാൽ ഉടുവസ്ത്രമൊഴിച്ച് ബാക്കിയെല്ലാം അവന്റെ മാതാവ് വിറ്റുകഴിഞ്ഞിരുന്നു. സകലതും നഷ്ടപ്പെട്ട ആ നിർധന കുടുംബം ആശുപത്രി ബില്ലടച്ച് മഞ്ചേശ്വരം മജിർപ്പളയിലെ ബന്ധുവീട്ടിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണിപ്പോൾ. ഇനിയും 2ഓളം സർജറികൾ ചെയ്യണം. 5 സർജറികൾക്ക് ശേഷം വയറിൽ തുന്നിക്കെട്ടിയ തലയോട്ടി വീണ്ടും തലയിൽ തലസ്ഥാനത്ത് തുന്നിപ്പിടിപ്പിക്കണം. വയറിനും സർജറി വേണം. ഈ സർജറികൾ കഴിഞ്ഞാൽ 70% നാസറുദ്ദീൻ ജീവിതത്തിലേക്ക് തിരികെ വരുമെന്നാണ് മംഗലാപുരം യൂണിറ്റി ആശുപത്രിയിലെ ഡോക്ടർ രക്ഷിത് ഷെട്ടി അഭിപ്രായപ്പെട്ടത്. ഏകദേശം 10 ലക്ഷം രൂപ ഈ സർജറികൾക്ക് ആവശ്യമുണ്ട്. ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിലും കൊച്ചു കൊച്ചു സന്തോഷങ്ങളുമായി കളിചിരികൾ നിറഞ്ഞ ജീവിതത്തിലേക്ക് കടന്നുവന്ന ആ അജ്ഞാത വാഹനം ഒരു നിർധന കുടുംബത്തിന്റെ ഏക ആശ്രയമായ ചെറുപ്പക്കാരനെയാണ് ദുരന്തത്തിന്റെ ആഴമേറിയ ഗർത്തത്തിലേക്ക് തള്ളിവിട്ടത്. ഒരു ചെറുപുഞ്ചിരി പോലും കടന്നുവരാത്ത വിധത്തിൽ എത്ര വിദഗ്ധമായിട്ടാണ് ഒരു പകൽ തിരക്കിന്റെ തീരത്ത് അയാൾ ഒറ്റപ്പെട്ടു പോയത്. അല്ലെങ്കിലും മറ്റെന്തിനാണ് ഒരു ഭയവുമില്ലാതെ ഒരു പ്രാണനെ ഇത്രമാത്രം വേട്ടയാടാൻ കഴിയുന്നത്? മുറിവേറ്റ മനസ്സിന്റെ ഒച്ചപ്പാടുകൾക്കിടയിലേക്ക് നിറഞ്ഞ ചിരിയോടെ വന്ന നാസറുദ്ദീന്റെ പ്രിയപ്പെട്ടവൾ നനഞ്ഞ കവിൾത്തടങ്ങളിൽ ചാരം മൂടിയ ഓർമ്മപ്പെടലുകളിൽ മടുപ്പ് കലർന്ന ജീവിതത്തിലെ ജന്മജന്മാന്തരങ്ങൾക്ക് പോലും അനിർവചനീയമായൊരു ദുഃഖപുത്രിയായി കേവലം ഒറ്റയാളിന്റെ സാന്നിധ്യത്താൽ അനാഥരായി പോകുമ്പോഴും ആഗ്രഹങ്ങൾക്ക് മങ്ങലേൽക്കുമ്പോഴും പ്രതീക്ഷയുടെ ഒരു നൂൽവട്ടമെങ്കിലും നമുക്ക് ആ കുടുംബത്തിന് നൽകാൻ കഴിയണം. ഇനി പഴയ പോലെ അവൻ ജീവിതത്തിലേക്ക് തിരികെ വരാൻ നമ്മളാണ് കൈകോർക്കേണ്ടത്. ഈ വീഡിയോ പരശതം വരുന്ന നമ്മുടെ സമൂഹത്തിലേക്ക് വ്യാപകമായി പ്രചരിച്ചാൽ മാത്രമേ അവൻ രക്ഷപ്പെടുകയുള്ളൂ. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം. സഹായിക്കാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിരലുകൾ ചലിക്കട്ടെ. അവൻ പുതിയ പ്രഭാതം സ്വപ്നം കാണട്ടെ.